ട്രംപ് മരിച്ചോ? ശനിയാഴ്ച ഗൂഗിളിലും സമൂഹമാധ്യമങ്ങളിലും ട്രെൻഡിംഗ് കീവേഡ് ഇതായിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കിംവദന്തികൾ പരന്നതോടെയാണ് ട്രംപ് മരിച്ചു തുടങ്ങിയ വാചകങ്ങളും ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് നിറഞ്ഞത്. പൊതുപരിപാടികളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായതും അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി. എന്നാൽ ശനിയാഴ്ച വിർജീനിയയിലെ ഗോൾഫ് ക്ലബ്ബിലേക്ക് പ്രസിഡന്റ് പോകുന്ന ചിത്രം പുറത്തുവന്നതോടെ ചർച്ചകൾക്ക് ഏറെക്കുറെ വിരാമമായി. വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച് ഗോൾഫ് ക്ലബ്ബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തുവന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 8:49 പേരക്കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം പോയതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ജനുവരിയിൽ യുഎസ് പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ മുതൽ ട്രംപ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഓഗസ്റ്റ് 26 മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ട്രംപിനെ പൊതുപരിപാടികളിൽ കണ്ടിട്ടില്ല. വലതുകൈയിൽ ചതവും കണങ്കാലിനു ചുറ്റും നീരുമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നത്. ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ട്രംപിന് CVI എന്ന രോഗാവസ്ഥ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ മാസം പുറത്തിറക്കി. പ്രായവും ദീർഘനേരം നിൽക്കുന്നതും മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. കണങ്കാലിലെ വീക്കം ആസ്പിരിൻ ഉപയോഗം കാരണമാകാമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ കിംവദന്തികൾക്ക് ഇന്ധനം പകരുന്ന തരത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ കത്തിപ്പടർന്നത്. ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്നായിരുന്നു വാൻസിന്റെ പ്രതികരണം. ഇതോടെ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി വൻ ചർച്ചയായി. അതേസമയം വാരാന്ത്യത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കിയെങ്കിലും സമൂഹമാധ്യമങ്ങളിൽ ട്രംപ് സജീവമാണ്. ഗോൾഫ് ക്ലബ്ബിലേക്കുള്ള യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് താൻ ഏർപ്പെടുത്തിയ തീവകൾ കുറച്ചതിന് US അപ്പീൽ കോടതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഗാസ സിറ്റി യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചതോടെ വടക്കൻ ഗാസയിലേക്ക് പരിമിതമായ തോതിൽ അനുവദിച്ചിരുന്ന ഭക്ഷ്യസഹായ വിതരണം ഇസ്രയേൽ ഉടൻ നിർത്തിയേക്കും. ഗാസ സിറ്റിയിൽ വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുക്കുന്നത് ഇന്നലെയോടെ നിർത്തി. അതിനിടെ പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 124 കുട്ടികളടക്കം 332 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിൽ 15 പേരും കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 63,371 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കരുതെന്ന് റെഡ് ക്രോസ് ആവശ്യപ്പെട്ടു. പലായനം ചെയ്യുന്ന ലക്ഷങ്ങളെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടെത്താൻ അസാധ്യമായ സാഹചര്യത്തിലാണിത്. ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തില്ല. ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞതാണെങ്കിലും ഇന്ത്യ-US വ്യാപാര ബന്ധം മോശമായ സാഹചര്യത്തിലാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചത്. ട്രംപിന്റെ ഈ വർഷത്തെ വിദേശ പര്യടന പദ്ധതിയിൽ ഇന്ത്യയില്ലെന്ന് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഓസ്ട്രേലിയ, US, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയായ ക്വാഡിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ജാനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ USലാണ് നടന്നത്. കേരള ആംഡ് പോലീസ് 3-ാം ബറ്റാലിയനിലെ SI ക്വാർട്ടേഴ്സിന് സമീപം ജീവനൊടുക്കി നിലയിൽ കണ്ടെത്തു. കൊല്ലം കുണ്ടട ആലുമൂട് പുനുക്കന്നൂർ തത്വമസി വീട്ടിൽ KG കുഞ്ഞുമോനെ 51 വയസ്സ് KAP ആസ്ഥാനത്തുള്ള വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തു. കുഞ്ഞുമോൻ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ പ്രത്യേക കാരണമൊന്നും പറയുന്നില്ല. കുറച്ച് സാമ്പത്തിക ബാധ്യത പറയുന്നുണ്ടെങ്കിലും അധികമില്ല. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മരണകാരണമല്ലെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ക്യാമ്പിലെ പോലീസുകാരുടെ പരിശീലകനായിരുന്നു. കുടുംബത്തോടൊപ്പം ക്യാമ്പിലായിരുന്നു താമസം. വെള്ളിയാഴ്ച രാത്രി മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്യാമ്പിന്റെ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1999 ജൂലൈ 15 കോൺസ്റ്റബിളായാണ് കുഞ്ഞുമോൻ 3-ാം ബറ്റാലിയനിൽ എത്തുന്നത്. ഭാര്യ ക്യാമ്പ് ആസ്ഥാനത്തുള്ള പോലീസ് ക്യാന്റീനിലെ താൽക്കാലിക ജീവനക്കാരി ഷനിജ, മക്കൾ ആശീർവാദ്, ആദിത്ത്. കൈക്കൂലിക്കേസിൽ നിന്ന് തടിയൂരാൻ പണം നൽകിയ ആളോട് തന്നെ സഹായം തേടി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ. കരാറുകാരനോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. ബാങ്ക് അക്കൗണ്ടിൽ കൈപ്പറ്റിയ പണത്തിന്റെ വിവരം വിജിലൻസിന് ലഭിച്ചതിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം. സംഭാഷണത്തിന്റെ റെക്കോർഡിംഗും ഗൂഗിൾ പേ ഇടപാടിന്റെ സ്ക്രീൻഷോട്ടും മനോരമയ്ക്ക് ലഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ അക്കൗണ്ട് വഴിയും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ഉദ്യോഗസ്ഥൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ പൊന്നാനി ഓഫീസിൽ ജോലി ചെയ്ത കാലത്താണ് സംഭവം. എന്നെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. എന്റെ അക്കൗണ്ട് വിവരങ്ങളും ഭാര്യയുടെ അക്കൗണ്ട് വിവരങ്ങളും അതിലേക്ക് പണം അയച്ച കരാറുകാരുടെ നമ്പറുകളും അവർ വാങ്ങിവെച്ചിട്ടുണ്ട്. എന്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഭാര്യയുടെ ജോലി പോകുന്നതാണ് പ്രശ്നം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 50, 50, 35 ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു വക്കീലിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ വക്കീൽ ചോദിച്ചത് നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് നിങ്ങളുടെ തന്നെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന് കാണിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് കരാറുകാരനോടുള്ള സഹായാഭ്യർത്ഥനയുടെ പ്രധാന ഭാഗം. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കരാറുകാരനോട് പണം ആവശ്യപ്പെടുന്ന മറ്റൊരു ഫോൺ സംഭാഷണവും മനോരമയ്ക്ക് ലഭിച്ചു. തായ്ലൻഡിൽ വിനോദയാത്ര കഴിഞ്ഞു വന്നപ്പോൾ പണമെല്ലാം കഴിഞ്ഞു എന്നും എന്തെങ്കിലും അയക്കൂ എന്നായിരുന്നു ആവശ്യം. ആ സംഭാഷണം ഇങ്ങനെ:
സുഹൃത്തുക്കൾക്കൊപ്പം മത്സരിച്ച് മദ്യപിച്ച അവശനായ +2 വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആൽത്തറ ജംഗ്ഷനിൽ നിർമ്മാണത്തിലുള്ള വീട്ടിലാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികൾ മദ്യപിച്ചത്. സ്കൂളിൽ ഓണാഘോഷമായതിനാൽ വിദ്യാർത്ഥികൾ യൂണിഫോമിലായിരുന്നില്ല. മുണ്ടും ഷർട്ടും ധരിച്ച ഇവർ ബേവ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിയത്. വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിച്ച് മദ്യപിച്ചെന്നാണ് സൂചന. അരക്കുപ്പി മദ്യം വെള്ളം ഒഴിക്കാതെ കുടിച്ച വിദ്യാർത്ഥി കുഴഞ്ഞു വീണു. 5 പേർ ഓടി രക്ഷപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി മ്യൂസിയം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവശനായിരിക്കുന്ന വിദ്യാർത്ഥി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നു. കേസെടുത്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ബേവ്കോയിൽ നിന്ന് എങ്ങനെ മദ്യം ലഭിച്ചതെന്നതിനെക്കുറിച്ചും അന്വേഷിക്കും. മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയവ വിദ്യാർത്ഥികളാണെന്ന് ബേവ്കോ ജീവനക്കാർക്ക് തിരിച്ചറിയാനായില്ലെന്നാണ് സൂചന. മകന്റെ ജന്മദിനത്തിൽ കൈമാറിയ സമ്മാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യയെയും ഭാര്യമാതാവിനെയും കൊലപ്പെടുത്തിയ യുവാവിനെ അറസ്റ്റിലായി. ഡൽഹിയിലെ റോഹിണിയിൽ ശനിയാഴ്ചയാണ് സംഭവം. കുസും സിൻഹ 63, മകൾ പ്രിയ സേഗൽ 34 എന്നിവരെ കൊലപ്പെടുത്തിയ യോഗേഷ് സേഗലാണ് അറസ്റ്റിലായത്. ഇരുവരെയും കത്രിക ഉപയോഗിച്ച് യോഗേഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 28-ന് യോഗേഷിന്റെയും പ്രിയയുടെയും മകന്റെ ജന്മദിനമായിരുന്നു. ഇതിന്റെ ആഘോഷ ചടങ്ങിനായിരുന്നു കുസം മകളുടെ ഫ്ളാറ്റിലെത്തിയത്. ചടങ്ങിനിടെ മകന് നൽകിയ സമ്മാനത്തെ ചൊല്ലി യോഗേഷും പ്രിയയും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കുസും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാതെ മകൾക്കൊപ്പം തങ്ങുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ കുസുമിനെയും പ്രിയയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ കുസുമിന്റെ മകൻ മേഘ് സിൻഹ റോഹിണിയിലെ സെക്ടർ 17-ലുള്ള ഫ്ളാറ്റിലെത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ KSRTC ബസ്സിൽ അപകടകരമായി സഞ്ചരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്തു. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ബസ്സിന്റെ ഡ്രൈവറുടെ ലൈസൻസാണ് എൻഫോഴ്സ്മെന്റ് RTO താൽക്കാലികമായി റദ്ദു ചെയ്തത്. മാത്രമല്ല, ഡ്രൈവർക്ക് IDTR പരിശീലനവും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങളുടെ ഉടമസ്ഥരെ വിളിച്ചുവരുത്തി വാഹനം ഓടിച്ചിരുന്നവരെ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകി. ഈ വാഹനങ്ങൾ ഓടിച്ചവരുടെ ലൈസൻസിലും നടപടിയുണ്ടാവും. മൂവാറ്റുപുഴയിലെ ഇലാഹി എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ബസ്സിന്റെ ചവിട്ടുപടിയിലും ജനലുകളിലും ഇരുന്നും നിന്നുമൊക്കെ യാത്ര ചെയ്തുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ബസ്സിന്റെ മുന്നിലും പിന്നിലുമായി ഉണ്ടായിരുന്ന സ്വകാര്യ വാഹനങ്ങളിലും സമാന രീതിയിലായിരുന്നു വിദ്യാർത്ഥികളുടെ യാത്ര. ഇത് സമൂഹമാധ്യമങ്ങളിലും മറ്റും വൈറലായതോടെ ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന പരാതികൾ ഉയർന്നിരുന്നു. കോളേജ് സ്ഥിതി ചെയ്യുന്ന മുളവൂരിലേക്ക് അമ്പലംപടിയിൽ നിന്നായിരുന്നു ഓണം ഘോഷയാത്ര. വാതിലടച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ബസ് മുന്നോട്ടെടുക്കാവൂ എന്നാണ് നിയമം. യാത്രക്കാർ കൈയും തലയും പുറത്തിടുന്നതിനും വിലക്കുണ്ട്. എന്നാൽ ഇവിടെ യാത്രയിലുടനീളം ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്നായിരുന്നു പരാതി. എറണാകുളം RTO എൻഫോഴ്സ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയുമായിരുന്നു. കേര പദ്ധതി വാർത്തച്ചോർത്തൽ വിവാദത്തിനു പിന്നാലെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും B. അശോകിനെ മാറ്റി. കേര പദ്ധതിക്ക് ലോകബാങ്ക് നൽകിയ ഫണ്ട് വകമാറ്റിയ വിവരം മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചതെങ്ങനെയെന്ന് അന്വേഷിക്കാൻ നിയോഗിച്ച B. അശോക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം. ടിങ്കു ബിസ്വാളയാണ് പകരം ചുമതല. കൃഷിവകുപ്പിലെ 4 ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്ത ഫയൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിൽ B. അശോക് സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. KTDFC ചെയർമാൻ സ്ഥാനത്തേക്കാണ് അശോകിനെ മാറ്റിയത്. NDA സഖ്യം വിടുന്നുവെന്ന് CK ജാനു. ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ സഭയുടെ സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. NDAയിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടതിനാലാണ് തീരുമാനമെന്ന് ജാനു പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ NDAയിലായിരുന്നു CK ജാനു. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. പിന്നീട് 2018 BJP അവഗണിക്കുന്നു എന്നാരോപിച്ച് NDA വിട്ടു. തുടർന്ന് LDFനൊപ്പം ചേരാൻ CPIയുടെ അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും 2021 വീണ്ടും NDAയിൽ തിരിച്ചെത്തി. 5 മണിക്കൂർ നീണ്ട യാത്ര 1 മണിക്കൂറായി ചുരുങ്ങി. ദേശീയപാതയിൽ അങ്കമാലി മണ്ണുത്തി ഭാഗത്തെ ഗതാഗത കുരുക്കിൽ വന്ന മാറ്റത്തെ ഇങ്ങനെ പറയാം. ഒപ്പം ചില ഉപാധികളും വയ്ക്കണം. മഴ കനത്തും വാഹനങ്ങളുടെ ഒഴുക്ക് കൂടുകയും ചെയ്താൽ ഈ കണക്കുകൂട്ടൽ പാളും. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ശേഷം സർവീസ് റോഡ് തകരാർ പരിഹരിച്ചതും പോലീസ് ഗതാഗത നിയന്ത്രണം കൂട്ടിയതുമാണ് ഇപ്പോഴത്തെ രക്ഷയ്ക്ക് കാരണം. പക്ഷേ ഓണത്തിരക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിവസം ഏകദേശം 75,000 വാഹനങ്ങളാണ് ദേശീയപാതയിൽ അങ്കമാലി മണ്ണുത്തി ഭാഗം കടന്നുപോകുന്നത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ട്രാഫിക് കോറിഡോറാണ് ഈ മേഖല. സുപ്രീം കോടതി ടോൾ പിരിക്കൽ നിർത്തിവെച്ച് കുരുക്കഴിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കേസ് അടുത്ത 9-ന് വീണ്ടും പരിഗണിക്കും. ദേശീയപാതയിലെ യാത്ര എങ്ങനെ?
പാലിയക്കര ടോൾ ബൂത്ത് അടഞ്ഞുകിടക്കുന്നു. വാഹനങ്ങളുടെ നിരയില്ലാത്തതിനാൽ തന്നെ ബ്ലോക്കില്ല. മേൽപ്പാലം പണികൾ നടക്കുന്നത് ചിറങ്ങര, കൊരട്ടി, മുരിഞ്ഞൂർ, പേരാമ്പ്ര, ആമ്പല്ലൂർ, മുടിക്കോട്, വാണിയമ്പാറ എന്നിവിടങ്ങളിലാണ്. എന്താണ് ഈ സ്ഥലങ്ങളിലെ സ്ഥിതി എന്ന് നോക്കാം. ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിഞ്ഞൂർ പോയിന്റുകളിൽ പൊതുവെ തിരക്ക് കുറവ്. 5 മിനിറ്റിനുള്ളിൽ കടക്കാം. ഇവിടെ ടാറിംഗ് ഏകദേശം പൂർത്തിയായി, പൊതുവെ മികച്ചതും. ചിറങ്ങരയിൽ ടാറിങ്ങിനു പകരം പാച്ച് വർക്ക് മാത്രം, അതിനാൽ നല്ല തിരക്കുമുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നിര രാത്രി 7 മണിക്ക് പൊങ്ങം വരെ നീളുന്നു. പാച്ച് വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ കുഴികളും രൂപം കൊള്ളുന്നു. മഴ കൂടിയാൽ വീണ്ടും വൈകും. മുടിക്കോട് കുരുക്ക്. തൃശൂർ പാലക്കാട് റോഡ് ഭാഗത്ത് മുടിക്കോട് ടാറിങ്ങും പാച്ച് വർക്കും അപൂർണം. ഈ ഭാഗം കടക്കാൻ 5 മുതൽ 10 മിനിറ്റ് വരെ സമയം കൂടുതൽ വേണം. അതുമാത്രമല്ല, റോഡിൽ താരതമ്യേന വലിയ കുഴികളുമുണ്ട്. ചെറിയ വാഹനങ്ങൾ അടിത്തട്ടുന്നതും സ്ഥിരം പതിവ്. മഴ കൂടിയാൽ രാത്രിയിലും യാത്ര കഠിനമാണ്. എന്നാൽ അങ്കമാലി, മണ്ണുത്തി മേഖലയിലതുപോലെ വാഹനത്തിരക്ക് ഇവിടെ ഇല്ലാത്തതു മാത്രം രക്ഷ. ആമ്പല്ലൂർ മാതൃകയിൽ ടാറിംഗ് നടത്തിയിരുന്നെങ്കിൽ മുടിക്കോടും ചിറങ്ങരയിലും തിരക്ക് കുറയ്ക്കാമെന്ന് വ്യക്തം. ദേശീയപാത അതോറിറ്റി നടത്തിയ ടാറിംഗ് മാത്രമല്ല തിരക്ക് കുറയ്ക്കാൻ കാരണം. ടോൾ പിരിയും ഗതാഗത കുരുക്കും സുപ്രീം കോടതി വരെ എത്തിയപ്പോഴാണ് അധികൃതർ ചില ക്രമീകരണങ്ങൾ നടത്തിയത്. അവ എന്താണെന്ന് നോക്കാം. ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഈ ക്രമീകരണങ്ങൾ പ്രയോജനപ്പെടുമോ? ബദൽ റൂട്ടുകൾ. ഏതെങ്കിലും പോയിന്റിൽ കുരുക്ക് അരമണിക്കൂർ കൂടിയാൽ വഴി തിരിച്ചുവിടും. വടക്ക് ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ ഇടപ്പള്ളിയിൽ നിന്ന് NH66 വഴി തിരിച്ചുവിടും. മണ്ണുത്തിയിലും ഡൈവേർഷൻ. പോയിന്റ് തെക്കോട്ടുള്ള ഭാരവാഹനങ്ങൾ ഇവിടെ നിന്ന് തൃശൂർ വഴി NH66ലേക്ക് മാറ്റും. ഈ വഴി തിരിച്ചുവിടൽ ഭാരവാഹനങ്ങൾക്ക് മാത്രമാണ് ബാധകം. പോയിന്റുകളോട് ചേർന്ന് ചെറിയ വാഹനങ്ങൾക്ക് ബദൽ റൂട്ടുകൾ. ഓരോ പോയിന്റും നിരീക്ഷിക്കും. തിരക്ക് കൂടിയാൽ ആളൂർ റൂട്ടിലേക്ക് വഴിതിരിച്ചുവിടും. തലോർ, തൊട്ടിപ്പാൽ, ആളൂർ, അന്നമണത വഴി, കൊടക്കര, ആളൂർ വഴി എന്നിവയാണ് പ്രധാനം. ഈ വഴി പോയാൽ ചെറിയ വാഹനങ്ങൾ ചുരുങ്ങിയത് 1 മണിക്കൂർ കൊണ്ട് ഈ മേഖല കടക്കാം. പക്ഷെ ചെറിയ വഴിയാണ്, അധിക വേഗത പാടില്ല. മാത്രമല്ല, ചെറിയ റോഡിലും കുരുക്കുകൾ വരാം. 40 പോയിന്റുകളിൽ പോലീസ് നിരീക്ഷണം. 70 പോലീസ് ഓഫീസറും 40 ദേശീയപാത ജീവനക്കാരും പോയിന്റുകൾ നിരീക്ഷിക്കുന്നു. 24 മണിക്കൂറും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നു. ഇവയെല്ലാം കടലാസിലെ ക്രമീകരണങ്ങൾ മാത്രമാണ്. ഇവ പ്രവർത്തിക്കുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. മഴ വന്നാൽ സ്ഥിതി മാറി. അതുപോലെ തിരക്ക് കൂടിയാലും മതി. രാത്രിയിൽ വെളിച്ചം കുറവ് ക്രമീകരണത്തെ ബാധിക്കുന്നു. ഇവയ്ക്കു പുറമെ യാത്രക്കാർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതിൽ പ്രധാനം ദേശീയപാതയിലെ തിരക്കിന്റെ പൊതു സ്വഭാവമാണ്. 24 മണിക്കൂറും വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. എപ്പോഴാണ് തിരക്ക് കൂടുക എന്ന് പറയുക എളുപ്പമല്ല എന്ന് അധികൃതർ. എന്നാൽ പൊതുവെ രാവിലെ 8 മുതൽ 11 വരെ ഇരുഭാഗത്തേക്കും നല്ല തിരക്കുണ്ട്. വൈകിട്ട് 3 മുതൽ 11 വരെയും തിരക്ക് കൂടുതൽ. അവധി ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ തിരക്ക് പിന്നെയും കൂടുന്നു. ഉച്ചസമയം തിരക്ക് കുറയുന്നു. രാത്രി വൈകിയും തിരക്ക് കുറവാണ്. പക്ഷേ ഭാരവാഹനങ്ങൾ കൂടുതൽ. വെളിച്ചക്കുറവും പ്രശ്നം. യാത്രയ്ക്ക് മുൻപ് തിരക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഓരോ പോയിന്റിലെയും തിരക്ക് ഗൂഗിൾ മാപ്പിൽ ഏറെക്കുറെ അറിയാം. പക്ഷേ മിനിറ്റുകളുടെ ഇടവേളയിൽ തിരക്ക് കുറയുകയും കൂടുകയും ചെയ്യുന്നു. കുറുക്കു കൂടുന്നതിന് മറ്റൊരു കാരണം അപകടങ്ങളാണ്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ മാറ്റുന്നതിന് സമയമെടുക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തുള്ളപ്പോൾ രാഹുൽ നിയമസഭയിൽ വരാതിരിക്കുന്നതെന്തിനാണെന്നും അടൂർ പ്രകാശ് ചോദിച്ചു. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന് സംരക്ഷണമൊരുക്കും. മറുഭാഗത്തുള്ളവർക്കെതിരെയും സമാന ആരോപണമുണ്ട്. അവർക്ക് ലഭിക്കുന്ന നീതി രാഹുലിനും വേണം. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുലിനെ മാത്രം എന്തിനു മാറ്റി നിർത്തണം? രാഹുലിനെതിരെ കേസില്ല. കേസെടുക്കുമ്പോൾ നോക്കാം. CPM അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. കണ്ണൂർ കണ്ണപുരത്ത് സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിന്റെ ഇടപാടുകൾ ദുരൂഹം. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് ഉഗ്രശേഷിയുള്ള പടക്കങ്ങളും ബോംബിന് സമാനമായ വസ്തുക്കളും ഉണ്ടാക്കി വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. തകർന്ന വീടിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് ബോംബ് പോലെ പൊട്ടാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ്. ഉത്സവങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് നേരത്തെ അനൂപ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിരുന്നതെങ്കിലും ആർക്കാണ് വിറ്റിരുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദുരൂഹമാണ്. സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം 7 കേസുകളിൽ പ്രതിയാണ് അനൂപ്. 2022 വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ കൂട്ടുപ്രതിയാണ്. 2016 പൊടിക്കുണ്ടിൽ അനൂപ് സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾ തകരുകയും ചെയ്തുവെന്ന കേസിൽ നിന്നുൾപ്പെടെ അനൂപ് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടുവെന്ന് ആരോപണമുണ്ടായിരുന്നു. 3 മാസത്തേക്കെന്ന് പറഞ്ഞാണ് 1 വർഷം മുമ്പ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്ന് വീട്ടുടമസ്ഥയായ ദേവി പറഞ്ഞു. തൊഴിലാളികൾക്ക് താമസിക്കാനാണ് 3-4 പേരുണ്ടാകുമെന്നും അനൂപ് പറഞ്ഞു. 3 മാസത്തേക്കായതിനാൽ കരാർ എഴുതിയില്ല. ആധാർ കാർഡ് മാത്രമാണ് വാങ്ങിയത്.
ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും സ്ഫോടക വസ്തുക്കളോ അസ്വാഭാവികമായോ ഒന്നും കണ്ടില്ല. എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. വാടകയും കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോലീസ് വിളിച്ചു പറയുമ്പോഴാണ് സ്ഫോടനം നടന്നതറിയുന്നത്. തുടർന്ന് വീടിനടുത്തുള്ളയാളെ വിളിച്ചുറപ്പുവരുത്തി രാത്രിയിൽ അവിടേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. നേരം പുലർന്നപ്പോൾ വീടിന്റെ അവസ്ഥ കണ്ട് ഹൃദയം തകർന്നുവെന്നും ദേവി പറഞ്ഞു. വീട്ടിനുള്ളിൽ എന്താണ് നടന്നിരുന്നതെന്നറിയില്ലായിരുന്നു എന്നും നാട്ടുകാരും പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ സമയത്താണ് ആളുകൾ വരുന്നതും പോകുന്നതും. മിക്കപ്പോഴും ഹെൽമറ്റ് ധരിച്ചു വരുന്നതിനാൽ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. സ്ഫോടനത്തിൽ മരിച്ച ചാലാട്ട് സ്വദേശി മുഹമ്മദ് അക്സം അനൂപിന്റെ ഭാര്യ സഹോദരനാണ്. ഇയാൾ മുമ്പ് കാൽടെക്സിൽ ഹോട്ടൽ നടത്തിയിരുന്നു. പിന്നീട് വസ്ത്രവ്യാപാരം ഉൾപ്പെടെ പല ജോലികളും ചെയ്തു. തുടർന്നാണ് അനൂപിന്റെ കൂടെ സഹായിയായി ചേർന്നത്. എന്നാൽ ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടോ എന്ന കാര്യവും അറിയില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ഷങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പുറപ്പെടും മുൻപ് ശനിയാഴ്ചയാണ് മോദിയെ സെലൻസ്കി വിളിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയെന്നാണ് വിവരം. സെലൻസ്കി വിളിച്ച വിവരം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഇന്നത്തെ ഫോൺ കോളിന് സെലൻസ്കിക്ക് നന്ദി. തുടരുന്ന യുദ്ധത്തെക്കുറിച്ചും അതിന്റെ മാനുഷിക വശത്തെക്കുറിച്ചും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമുള്ള ആശയങ്ങൾ പരസ്പരം സംസാരിച്ചു. ഈ രീതിയിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും മോദി കുറിച്ചു. അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവരങ്ങൾ മോദിയെ അറിയിച്ചുവെന്ന് സെലൻസ്കി പറഞ്ഞു. പുടിനുമായി ചർച്ച നടത്താനുള്ള സന്നദ്ധത ആവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാനായി 2ാം തവണയാണ് സെലൻസ്കി മോദിയെ വിളിച്ചത്. സംഗമത്തിനായുള്ള സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരും ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രസ്താവനയിൽ അറിയിച്ചു. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് അയ്യപ്പ സംഗമം കൊണ്ടുദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതുതന്നെ. ഇതിലേക്ക് രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരും ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സംഗമം കൊണ്ടുദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ എന്ന് NSS പ്രസ്താവന പറയുന്നു. നിലവിൽ മുഖ്യമന്ത്രിയാണ് സമിതിയുടെ രക്ഷാധികാരി. മന്ത്രിമാർ അംഗങ്ങളുമാണ്. മിനിസ്റ്റർ ആ പഴയ ബുക്ക് സ്റ്റാളായിരിക്കും നോക്കുന്നതല്ലേ? അതിതാണ്. ഷട്ടറിട്ടിരിക്കുന്ന കടമുറികൾ ചൂണ്ടിക്കാണിച്ച് മേയർ M. അനിൽകുമാർ പറഞ്ഞു. SFI കാലത്ത് പരിപാടികൾക്ക് പോകാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്റ്റാൻഡാണിത്. എത്രയോ വട്ടം വന്നിരിക്കുന്നു. മേയർ ഓർക്കുന്നില്ലേ? അന്നു പക്ഷേ ഇത്രയും വെള്ളക്കെട്ടൊന്നുമില്ലായിരുന്നു. മറുപടിയായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശോചനീയാവസ്ഥയിലായ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡും കെട്ടിടവും പരിസരങ്ങളുമെല്ലാം സ്ഥലം MLA TJ വിനോദിനൊപ്പമാണ് മന്ത്രി. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് മന്ത്രി 12 കോടി രൂപയും പ്രഖ്യാപിച്ചു. അടുത്തിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നുവീണ 57 വർഷത്തിന്റെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ അത്രയും തന്നെ പഴക്കമുണ്ട് എറണാകുളം KSRTC സ്റ്റാൻഡിലെ തകർന്നു നിലംപൊത്താറായ കെട്ടിടത്തിനും. 1968 കേരള പിറവി ദിനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്ന പ്രഖ്യാപനത്തോടെ പിറന്ന ആ സ്റ്റാൻഡ് പക്ഷേ ഇന്ന് സ്ഥാനത്തെ ഏറ്റവും മോശം സ്റ്റാൻഡ് എന്ന ഖ്യാതിയാണ് പേറുന്നത്. വെള്ളക്കെട്ടും മാലിന്യങ്ങളും തകർന്ന കെട്ടിടങ്ങളുമെല്ലാമായി നിൽക്കുന്ന സ്റ്റാൻഡ് നവീകരിക്കുമെന്ന ഒട്ടനവധി പ്രഖ്യാപനങ്ങളും മന്ത്രിമാരുടെ സന്ദർശനത്തിനുമൊടുവിലാണ് ഇന്ന് ധനമന്ത്രി നേരിട്ടെത്തി ശോചനീയാവസ്ഥ വിലയിരുത്തിയതും 12 കോടി രൂപ അനുവദിച്ചതുമൊക്കെ. മുൻപ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് തുക അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും സ്ഥലം കൈമാറ്റവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തിൽപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. ധനകാര്യ വകുപ്പ് 12 കോടി രൂപ KSRTCക്ക് കൈമാറുന്നതിനാൽ സ്ഥലം കൈമാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നാണ് അധികൃതർ പറയുന്നത്. നിലവിലുള്ള KSRTC സ്റ്റാൻഡിന് സമീപത്ത് നേരത്തെ തീരുമാനിച്ചിരുന്ന കാരിക്കമുറിയിലെ സെന്റ് ജോസഫ്സ് UP സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്ത് തന്നെയാണ് പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം തീരുമാനിച്ചിട്ടുള്ളത്. പൂർണ്ണമായും സ്റ്റീൽ സ്ട്രക്ചറിലായിരിക്കും സ്റ്റാൻഡിന്റെ നിർമ്മാണം. നേരത്തെ തയ്യാറാക്കിയ ടോട്ടൽ സ്റ്റേഷൻ സർവേ റിപ്പോർട്ടുകൾ പൊതുമരാമത്ത് വകുപ്പിന് ലഭിച്ചാലുടനെ ആർക്കിടെക്ചറൽ വിഭാഗം ഡ്രോയിംഗ് തയ്യാറാക്കും. ഡിസൈൻ തയ്യാറാക്കുന്നതിന് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകും. ഇവിടെ നിന്നും ലഭിക്കുന്ന ഡിസൈൻ അനുസരിച്ചാവും പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക.